ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC ജൂനിയർ എഞ്ചിനീയർ 2022 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതിനെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ JE എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കാറുണ്ട്. എല്ലാ വർഷവും CGL പോലത്തെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലെ, CHSL പോലെ, MTS പോലെയൊക്കെ SSC നടത്തുന്ന ഒരു പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ SSC ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. പല പരീക്ഷകളിൽ നിന്നും സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ഡൗട്ടുള്ള എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഡൗട്ടുള്ള ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ വലിയൊരു ഐഡിയ ഇല്ലാത്തൊരു പരീക്ഷയാണ് ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷ സിലബസ് എന്നൊക്കെ പറയുന്നത്. അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് എന്നല്ല, ഒരു വീഡിയോ, ഒരു ഇൻഫോർമൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് 12-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ സെപ്റ്റംബർ 2-ാം തീയതി വരെ എന്തുണ്ട്, നിങ്ങൾക്ക് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി ഇത് ആർക്കാണ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ ഒരു കുരുക്കുണ്ട്. കാരണം പല എഞ്ചിനീയർമാർക്കും അല്ലേ, നമ്മൾ ബിടെക് ഗ്രാജുവേറ്റ് ആണല്ലോ കേരളത്തിൽ കൂടുതൽ അല്ലേ, നമ്മളിൽ പലർക്കും ഒരു അടിയാണ്. ഇതാകെ 3 സ്ട്രീമിൽ പഠിച്ചവർക്കാണ് ചെയ്യാൻ പറ്റുക: സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. ഇനി ബിടെക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ BE-ക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ സ്ട്രീമിൽ പഠിച്ച ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 9 വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യുന്നവർ ദയവേത് എന്ത് അവസാന സമയത്തേക്ക് വെക്കാതിരിക്കുക. കാരണം SSC സൈറ്റിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള PSCയുടെ സൈറ്റിനെക്കാളൊക്കെ ധാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഇപ്പോൾ കറന്റ് എന്താണ്, ഇത് ഓപ്പൺ ആണ്. പിന്നെ അതിന്റെ ഫീസ് അടയ്ക്കാനുള്ളതും ബാക്കി അതിനൊക്കെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. അതൊന്നും വിഷയമല്ല, അതെല്ലാം എന്ത് ചെയ്യുക, അതിലോട്ടൊന്നും ലാസ്റ്റ് നോക്കാൻ പോലും നിൽക്കരുത്. ഈ സമയം കൊണ്ട് തന്നെ ഈ 12/8/2022 സെപ്റ്റംബർ 1-ാം തീയതിയോ 30-ാം തീയതി, ഓഗസ്റ്റ് 30-ാം തീയതി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷന്റെ പരിപാടി തീർക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡേറ്റുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. ഇനി SSC JE പരീക്ഷ നടത്തുന്ന ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ചുരുക്കപ്പേരിൽ അറിയുന്നതാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അതുപോലെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ കുറച്ചധികം ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ് SSC JE എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ SSC എന്ത് ചെയ്യുന്നത്, ഈ പരീക്ഷ നടത്തുന്നത്. അതിൽ ചിലത് സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആവാം, ചിലത് ഇലക്ട്രിക്കൽ ആവാം, ചിലത് മെക്കാനിക്കൽ ആവാം. നമ്മൾ ഏത് സ്ട്രീമാണോ പഠിച്ചത് ആ സ്ട്രീമിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേക്കൻസീസ് ആണ്. ബട്ട് വേക്കൻസീസ് ഇപ്പൊ കറന്റ് SSC പുറത്തു വിട്ടിട്ടില്ല. അത് സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് വഴിയെ എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മോശമില്ലാത്തൊരു വേക്കൻസി ഉണ്ടാവും തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇത് നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതുപോലെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. അത് വൈകാതെ എന്ത് ചെയ്യും, പുറത്ത് വരും. വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ പൊതുവെ എവിടെയാണ് ചെയ്യാറുള്ളത്, ടെലിഗ്രാം ചാനലിലാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാത്തിനും യൂട്യൂബ് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ വേക്കൻസിയുടെ കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി, ഞാനിവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ലിങ്കിൽ കയറി എന്ത് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് വേക്കൻസി വന്നോ എന്നുള്ളത് നോക്കുകയും ചെയ്യാം. then അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏജ് ലിമിറ്റ്. 2 ഏജ് ലിമിറ്റ് ഉള്ള പരീക്ഷകൾ ഇപ്പോൾ നമുക്കറിയാം. CGL-നായാലും ഇത്തരത്തിലുള്ള ഏജ് ലിമിറ്റുകൾ വരാറുണ്ട്, 2 or 3 ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഒരെണ്ണം 30 വയസ്സുള്ളവർക്കാണ് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ജോബ് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് കേട്ടോ. ചിലത് 32-ലാണ് ഇന്ത്യ വരാൻ പറ്റുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഫുൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ ഞാൻ കൊടുക്കാം. അല്ലാതെ ഓരോ പോസ്റ്റ് വെച്ച് ഇതിന് 30, ഇതിന് 32 അങ്ങനെ പറഞ്ഞിരുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യലി ഗൂഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ തപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ 30 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും ഇതിലുണ്ട്, SSC JE-ലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 10 വർഷം, OBC ആണെങ്കിൽ 13, SC/ST ആണെങ്കിൽ 15. ആൻഡ് എക്സ് സർവീസ്മെന്റിനും അതുപോലെ 3 വർഷത്തെയും 8 വർഷത്തെയും ഏജ് റിലാക്സേഷനും എന്ത് ചെയ്യുന്നുണ്ട്, SSC അനുവദിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് അനുസരിച്ച് ഡിഫറൻസ് ആണ്. എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് കമ്പാരിറ്റീവ്ലി എണ്ണം കുറവാണെങ്കിലും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക്, പോളിടെക്നിക് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ചിലത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മാത്രം പോരാ, 2 years വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി വേണം. അതവരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നിടത്ത് തന്നെ വരണം. അതായത് മിക്കതും എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ പോസ്റ്റുകളിൽ തന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പ്ലസ് 2 years വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഭൂരിഭാഗം ജോലി പോസ്റ്റുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ആ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പോസ്റ്റ് സ്പെസിഫിക്കേഷൻസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയത്. സോ 3 രീതിയിലും എന്ത് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതിലുണ്ട്, ഈ SSC JE-യുടെ ഡീറ്റെയിൽസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനെയും കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ തരുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇനി ഇതിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അത്ര അങ്ങ് ഒരു എന്താ പറയുക ഒരു കോമൺ സിലബസ് അല്ല ഇതിന് വരുന്നത്. SSC JEയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന പോലെ ഇതിനകത്ത് QA എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിക്കുകയേ വേണ്ട. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇതിന്റെ സിലബസിൽ ഇല്ല. ഇതിന്റെ 2 ടയറുകളാണുള്ളത്. ടയർ 1നെ സംബന്ധിച്ചിടത്തോളം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്കിനും അതുപോലെ തന്നെ GK എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ് അങ്ങനെ ചോദ്യം കാണാറില്ല. പിന്നെ സ്റ്റാറ്റിക് ജികെയുടെ ഇപ്പോഴത്തെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അത്രയും മാർക്ക് അത്രയും സബ്ജക്ട്സിൽ നിന്ന് 50 മാർക്കിനും അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസിനും 50 മാർക്കിന്, അതായത് അങ്ങനെ 100 മാർക്ക്. ദെൻ 100 മാർക്ക് നിങ്ങളുടെ ടെക്നിക്കൽ സ്ട്രീം ഏതാണോ, സിവിൽ ആണെങ്കിൽ സിവിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, അങ്ങനെ ആ സ്ട്രീമിൽ നിന്ന് 100 മാർക്കിനുമായിട്ട് മൊത്തം 200 മാർക്കിനാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് പരീക്ഷ ടയർ 1 വരാൻ പോകുന്നത്. ഇതിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, പലരും ടെക്നിക്കൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, ബട്ട് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പലതിന്റെയും റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന എന്താണ്, ഈ GKയും റീസണിംഗ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ റീസണിംഗും പഠിക്കും ടെക്നിക്കലും പഠിക്കും, GK പഠിക്കില്ല. ബട്ട് മക്കളെ GK വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. GK എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ 150 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നവരെല്ലാം സ്കോർ ചെയ്യും. ബട്ട് GK ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ റാങ്ക് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും നിങ്ങളിൽ കാണുന്ന പലരും മടിയുണ്ടോ, എങ്ങനെ ഞാൻ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി ഒക്കെ പഠിക്കുക എന്നുള്ളത്. ബട്ട് അത് പഠിക്കാതെ എന്തില്ല, രക്ഷയില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ കട്ട് ഓഫിന്റെ ആ തെല്ലത്ത് എത്തുമായിരിക്കും, ബട്ട് അത് ചിലപ്പോൾ ഒന്നങ്ങോട്ട് ചാടിയെന്ന് വരാം. ബട്ട് എന്ത് ചെയ്യില്ല, റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ടോപ്പ് റാങ്കിൽ വരുന്നവരോടൊക്കെ ചോദിച്ചറിയാം, അവരൊരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവർ GK സ്കിപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ജോലി കിട്ടിയോട് ചോദിച്ചാൽ അറിയാം അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, GK സ്കിപ്പ് ചെയ്യുന്നില്ല. എന്റെയും കൂടി എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. GK സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു കളിക്കും എന്ത് ചെയ്ത് നിൽക്കരുത്, ജനറൽ അവയർനെസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിലബസ് അല്ല, മാത്സ് ഇല്ല, ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് മറ്റൊരു വലിയ അനുഗ്രഹമാണ്. റീസണിങ്ങും GKയും അതുപോലെ നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്ട് ഏതാണോ അത് ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അത് മാത്രം മതി. സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇല്ല, ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് ടയർ 1ന്റെ. ടയർ 2 പിന്നെ നിങ്ങൾ ഏതാണോ ടെക്നിക്കൽ പഠിക്കുന്നത് അതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഒരു 300 മാർക്കിന്റെ പരീക്ഷ എന്ത് ചെയ്യേണ്ടതിന്റെ വരേണ്ടത്, അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. ബട്ട് ഇവിടെ എന്ത് ചെയ്യുക, തൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നീട് വരുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ടയർ 2ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് ഇപ്പോൾ കറന്റ് എന്ത് ചെയ്യുക, ടയർ 1 കോൺസെൻട്രേറ്റ് ചെയ്ത് കട്ടയ്ക്ക് പഠിക്കുക. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു എൻക്വയറി ആണ് SSC JEയുടെ കോഴ്സ് ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറന്റ് നമ്മൾ ടെക്നിക്കൽ സബ്ജക്ട്സിനുള്ള കോഴ്സുകൾ ചെയ്യുന്നില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അക്കാഡമീസ് എന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള SSC റെയിൽവേ പരീക്ഷകൾക്കാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകൾക്കുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അത് നോൺ ടെക്നിക്കൽ പരീക്ഷകളാണ് നമ്മൾ കറന്റ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ SSC JEയുടെ ടെക്നിക്കൽ സബ്ജക്ട് ഒഴിവാക്കിയിട്ടുള്ള, അതായത് നിങ്ങൾ സിവിലോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ആയിക്കൊള്ളട്ടെ, ആ ടെക്നിക്കൽ സബ്ജക്ട് 100 മാർക്കിന്റെ മാറ്റി ബാക്കി 100 മാർക്കിന്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് 2021 2022 ഇൻക്ലൂഡഡ് ആണ് ഈ കോഴ്സിൽ. സ്റ്റാറ്റിക് GK, റീസണിംഗ്, ഇത്രയും സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് SSC ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടി നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ 5 വർഷത്തെ വാലിഡിറ്റി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറൌണ്ട് 1100 ലേണിംഗ് മെറ്റീരിയൽ ഇതിനകത്ത് ഉണ്ടാവും. കുറെ PDFs അതുപോലെ തന്നെ ക്ലാസ്സുകളും, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലും റീസണിംഗിലും ഒഴികെ ബാക്കി ഓരോ സബ്ജക്റ്റിലും ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ GK സെക്ഷനും റീസണിംഗ് സെക്ഷനും സെറ്റ് ആവാൻ നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും കാര്യമായിട്ട് നോക്കേണ്ടി വരില്ല. ഇത് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റൻസും കൂടി നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ കോഴ്സ് പ്ലസ് പ്രീവിയസ് ക്വസ്റ്റൻസ്, അതിന് നമുക്കൊരു ₹1 കോഴ്സ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സംഭവം നമ്മുടെ ആപ്പിനകത്തുണ്ട്. അത് വേണ്ടവർക്ക് അതുകൂടി ജോയിൻ ചെയ്യാം. അത് നമ്മൾ ചുമ്മാ എന്താ പറയുക ഒരു കോഴ്സായിട്ട് ചെയ്യുന്നതിനകത്ത് CGLന്റെയും CHSLന്റെയും MTSന്റെയും NTPSന്റെയും ഗ്രൂപ്പ് ഡിയുടെ എല്ലാം POയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. JEയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് അങ്ങനെ തപ്പിയാൽ ചിലപ്പോൾ ഒരു മെയിൻ സ്ട്രീം അല്ലാത്തതുകൊണ്ട് ഒരുപാട് കിട്ടണമെന്നില്ല. ബട്ട് SSC നടത്തുന്ന, റെയിൽവേ നടത്തുന്ന ഏതൊരു പരീക്ഷയുടെയും പ്രീവിയസ് ക്വസ്റ്റൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ അതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് വൈസ് ടെസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനും ഒപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, GK സബ്ജക്റ്റിനൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സിൽ ഇനിയും ക്ലാസ്സുകൾ വരാനുണ്ട്. അപ്പോൾ നാളെ കണ്ട് 4 ക്ലാസ്സിൽ എക്കണോമിക്സ് തീർത്തോന്ന് വിചാരിക്കേണ്ട, അത് നമ്മളൊരു റീബൂട്ട് ചെയ്ത കോഴ്സാണ്. കറന്റ് അതിൽ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് എടുക്കാം, പഠിക്കാം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ 8891489498 എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ 73064888 അല്ലെങ്കിൽ വേണ്ട, ആ നമ്പർ വേണ്ടത്, എനിക്ക് ബൈഹാർട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ കൂടി കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു SSC JEയുടെ ഒരു കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. കാരണം ഓരോ പോസ്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു തരേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരു ജനറൽ ഓവറോൾ ഐഡിയ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ തരിക എന്നുള്ളതാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴ്സ് റിലേറ്റഡ് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 489498 എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ പകൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.